തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതിനിടയിലുള്ള ഒരു സ്റ്റണ്ട് മാത്രമാണ് ഇത് എന്നാണ് അതിനെ തള്ളിക്കളയുന്നുണ്ട് നേതാക്കൾ ഓരോരുത്തരും. കൊച്ചിയിൽ നിന്നും രാഗിൻ കൂടി നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, CBI അന്വേഷണം വേണം, ആ തരത്തിലുള്ള ഒരു ശുപാർശയാണ് ഇപ്പോൾ വിജിലൻസ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, പരാതി, അതിന്മേൽ വിജിലൻസിന്റെ അന്വേഷണം, ED ഉൾപ്പെടെ കളത്തിലിറങ്ങിയ വിഷയമാണ്. അതിലാണ് ഇപ്പോൾ വിജിലൻസ് തന്നെ ഇപ്പോൾ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും നാളും വൈകി? ആ റിപ്പോർട്ട് ഇപ്പോഴാണ് നൽകിയത് തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉയർന്നു നിൽപ്പുണ്ട്. എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതിൽ നിർണായകമാണ്. എങ്ങനെയായിരിക്കും ഇനി കാര്യങ്ങൾ നീങ്ങുക? ഒരുപാട് മാനങ്ങളുള്ള കേസിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ CBI എൻക്വയറി എന്ന ശുപാർശയാണ് വിജിലൻസ് നൽകിയിരിക്കുന്നത്. അതായത് ഈ പുനർജനി പദ്ധതി എന്ന് പറയുന്നത് പറവൂരിൽ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള VD സതീശൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പുനർജനി. അവിടുത്തെ പ്രളയ ദുരിതാശ്വാസം, വീടുകളുടെ നിർമ്മാണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി വന്നത്. തകർന്ന വീടുകളടക്കം നിർമ്മിക്കുക എന്നതടക്കം. അങ്ങനെ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചു എന്നതായിരുന്നു ആരോപണം. വിജിലൻസ് ആദ്യം രഹസ്യ പരിശോധന നടത്തി. പിന്നീട് വിശദമായിട്ടുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ആവശ്യപ്പെട്ടു. ഇതിനുമായി ബന്ധപ്പെട്ട കത്ത് അന്നത്തെ സ്പീക്കർക്ക് നൽകുകയും സ്പീക്കർ ഇതിൽ തീരുമാനം എടുത്തില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അന്ന് വരികയും ഒക്കെ ചെയ്തിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധനയും അന്വേഷണവും ഒക്കെ ആ ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2010 സംഭാവന നിയന്ത്രണ നിയമത്തിന് വിധേയമായിട്ടാണോ കാര്യങ്ങൾ ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇതിൽ വിജിലൻസ് പരിശോധിച്ചത്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടവും കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അന്ന് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരം ആരോപണങ്ങളെയൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് ആളുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചോട്ടെ എന്ന നിലപാടായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു CBI എൻക്വയറി എന്ന ശുപാർശ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതിൽ ഈ പറവൂരിലെ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദേശ ഫണ്ട് അല്ലെങ്കിൽ അത്തരം വിദേശത്ത് നിന്ന് ഈ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തകർന്ന വീടുകളുടെ നിർമ്മാണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വാങ്ങി എന്നതായിരുന്നു ആരോപണമായി വന്നിരുന്നത്. തീർച്ചയായും പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ആ ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട്, അതിലാണ് CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ എത്തിയിരിക്കുന്നത്.